താമരശ്ശേരി രൂപതാ വൈദികൻ ഫാദർ മാത്യു ഓണയാത്തൻകുഴി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. മൃതസംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കാഞ്ഞിരപ്പള്ളി പഴയടത്തുള്ള ചെറിയാൻ ഓണയാത്തൻകുഴിയുടെ ഭവനത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം രാവിലെ 10 പഴയിടം സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വെച്ച് നടക്കും. മൃതശരീരം മേരിക്കുന്ന് PMOCയിൽ പൊതുദർശനത്തിന് വെച്ചു. ആദ്യകാല കുടിയേറ്റ ജനതയുടെ വേദനകൾ കണ്ടറിയുകയും നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത് അവരിലൊരാളായാണ് ഫാദർ മാത്യു ഓണയാത്തൻകുഴി ജീവിച്ചത്. മലബാറിലെ 15ഓളം ഇടവകളിൽ അദ്ദേഹം വികാരിയായിരുന്നു. സേവനം ചെയ്ത ഇടവകളിലെല്ലാം വിശ്വാസികളുടെ പ്രശ്നം പഠിച്ച് ഉചിതമായ പരിഹാര മാർഗങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഭിന്നിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിച്ചും ശ്രമദാനത്തിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും അദ്ദേഹം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം നേടി. വിശ്വാസ സമൂഹം സ്നേഹപൂർവ്വം ജനകീയ പുരോഹിതനെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 1932 ഒക്ടോബർ 17 കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പഴയിടം ഇടവകയിൽ ഓണയാത്തൻകുഴി വർക്കി ജോസഫ്, ഏലി ഉണ്ണിച്ചെറിയത്ത് ദമ്പതികളുടെ 7 മക്കളിൽ 5ാമനായാണ് ജനനം. 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പാലാ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സായി. തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പാലായിലെ കുമ്മണ്ണൂർ മൈനർ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. ആലുവ സെൻറ്റ് ജോസഫ് മേജർ സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് നിരന്തര വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ TB ബാധിച്ച് ഒരു വേള പഠനം തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടായി. 1 വർഷത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും പഠനം തുടർന്നു. വൈദികനായ ശേഷം 10ലധികം ശസ്ത്രക്രിയകൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. 1964 മാർച്ച് 13 തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയിൽ നിന്നാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. പെരുവണ്ണാമൂഴി ഇടവക വികാരിയായും കുളത്തുവയൽ ഇടവക അസിസ്റ്റന്റ് വികാരിയുമായാണ് ആദ്യ നിയമനം. 1964 ഇടവകയായി ഉയർത്തപ്പെട്ട പെരുവണ്ണാമൂഴിയിൽ ഇല്ലായ്മകളുടെ നടുവിലേക്കാണ് ഫാദർ മാത്യു ഓണയാത്തൻകുഴി ആദ്യ വികാരിയായി എത്തുന്നത്. അന്ന് വൈദിക മന്ദിരമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. വിശ്വാസികൾ തലച്ചുമടായി കല്ലും മണലും കൊണ്ടുവന്ന് വൈദിക മന്ദിരം ഉണ്ടാക്കാൻ കൂട്ടായ്മ ഒരുക്കി. ഇതിന് നേതൃത്വം നൽകിയത് അച്ഛനായിരുന്നു. പല ഇടവകളിലും അദ്ദേഹം വീടുകൾ നിർമ്മിച്ചു നൽകി പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പെരുവണ്ണാമൂഴി അണക്കെട്ട് നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുത്തപ്പോൾ കിടപ്പാടവും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അച്ഛനായിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ പൈസക്കരി, ചെറുപുഴ, നെല്ലിക്കാമ്പൊയിൽ, വിമലശ്ശേരി, വെള്ളരിക്കുണ്ട്, താമരശ്ശേരി രൂപതയിലെ പന്തല്ലൂർ, കാളികാവ്, ഈരൂട്, തേക്കുംകുറ്റി, പശുക്കടവ്, കാറ്റുള്ളമല, കക്കയം, കട്ടിപ്പാറ എന്നീ ഇടവകകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നെല്ലിക്കാപ്പൊയിൽ വികാരിയായിരിക്കെ ക്ഷീരകർഷക സഹകരണ സംഘം ആരംഭിക്കാൻ നേതൃത്വം നൽകി. പശുക്കടവ് ഇടവകയിൽ 82 പുതിയ കല്ലറകൾ പണിതു. പ്രദേശത്ത് കൊക്കോ കൃഷി പ്രോത്സാഹിപ്പിച്ചു. കൊക്കോ വിൽപ്പനയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി. കട്ടിപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചത് ഫാദർ മാത്യു ഓണയാത്തൻകുഴിയുടെ നേതൃത്വത്തിലാണ്. പുന്നക്കൽ ഇടവകയിൽ 14 മുറി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു. കാളികാവ് വികാരിയായിരിക്കെയാണ് വൈദിക മന്ദിരം പണിയിച്ചത്. സമീപ പ്രദേശമായ അടയ്ക്കാക്കുണ്ടിൽ കുരിശുപള്ളിയും പള്ളിമുറിയും പണിതു. ഈരൂടിൽ സേവനം ചെയ്യവേ ഇടവകയ്ക്ക് കൈനടി കുടുംബം നൽകിയ 20 ഏക്കർ സ്ഥലത്ത് റബ്ബർ, കമുക്, തെങ്ങ്, കുരുമുളക് തുടങ്ങിയ കൃഷികൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. കക്കയത്ത് സൺഡേ സ്കൂൾ കെട്ടിടം സ്ഥാപിച്ചു. 80ാം വയസ്സിൽ കട്ടിപ്പാറ ഇടവകയിൽ നിന്ന് വിരമിച്ച ശേഷം കോഴിക്കോട് മേരിക്കുന്നുള്ള ഗുഡ് ഷെപ്പേർഡ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. വിശ്രമ ജീവിതകാലത്ത് മായാത്ത മഷിത്തുള്ളികൾ, ചിന്താരത്നങ്ങൾ എന്നീ ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചു.